എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടിമാഷ്. 5ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ അവസാനത്തെയും 11ാമത്തെയും പാഠമാണ് ദ ലോ ആൻഡ് ദ സൊസൈറ്റി. ഈ പാഠത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും അവയുടെ ഉത്തരങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് 1ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. ഹാവ് യുവർ ഫ്രണ്ട്സ് പ്ലേഡ് ദ ഗെയിം ഓഫ് കുളംകര? ഫൈൻഡ് ഔട്ട് വാട്ട് ആർ ദ റൂൾസ് ഓഫ് ദിസ് ഗെയിം ആൻഡ് റൈറ്റ് ദം ഡൗൺ. കുളങ്കര എന്ന കളി കൂട്ടുകാർ കളിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഈ കളിയുടെ വ്യവസ്ഥകൾ എന്ന് കണ്ടെത്തി എഴുതുക. ചിൽഡ്രൻ ഷുഡ് സ്റ്റാൻഡ് ഔട്ട്സൈഡ് ദ സർക്കിൾ. വൃത്തത്തിന് പുറത്തു ചുറ്റുമായി കുട്ടികൾ നിൽക്കണം. ദ ചൈൽഡ് സ്റ്റാൻഡിംഗ് ഇൻ ദ മിഡിൽ ഓഫ് ദ സർക്കിൾ ഷുഡ് കൺട്രോൾ ദ ഗെയിം. വൃത്തത്തിന് നടുവിൽ നിൽക്കുന്ന കുട്ടി കളി നിയന്ത്രിക്കണം. ഇമാജിൻ ദ ഇൻസൈഡ് ഓഫ് ദ സർക്കിൾ ആസ് ദ കുളം ആസ് ദ ഔട്ട്സൈഡ് ഓഫ് ദ സർക്കിൾ ആസ് ദ കര. വൃത്തത്തിന് ഉൾവശം കുളവും വൃത്തത്തിന് പുറംഭാഗം കരയുമായി സങ്കല്പിക്കണം. The children should jump into the kulam and the kara alternately as the child in the middle of the circle repeats the words kulam kara. വൃത്തത്തിന് നടുവിൽ കളി നിയന്ത്രിക്കുന്ന കുട്ടി കുളം കര എന്ന് ആവർത്തിച്ചു പറയുന്നതനുസരിച്ച് കുളത്തിലേക്കും കരയിലേക്കും ചുറ്റും നിൽക്കുന്ന കുട്ടികൾ മാറി മാറി ചാടണം. In this case, the children who jump incorrectly are eliminated. ഈ സന്ദർഭത്തിൽ തെറ്റായി ചാടുന്ന കുട്ടികൾ പുറത്താകും. The child who remain till the end is declared the winner. വൃത്തത്തിൽ അവസാനം വരെ നിൽക്കുന്ന കുട്ടിയെ വിജയിയായി പ്രഖ്യാപിക്കുന്നു. 2ാമത്തെ ചോദ്യം. Have you seen the rules of the game? Similarly, what rules and guidelines do you have for the smooth functioning of your school? Find them and list them. കളിയിലെ വ്യവസ്ഥകൾ കൂട്ടുകാർ കണ്ടല്ലോ. ഇതേപോലെ നിങ്ങളുടെ വിദ്യാലയത്തിന് സുഗമമായ പ്രവർത്തനത്തിന് എന്തൊക്കെ വ്യവസ്ഥകളും മാർഗനിർദ്ദേശങ്ങളുമാണുള്ളത്? അവ കണ്ടെത്തി പട്ടികപ്പെടുത്തുക. ഫോളോ ദ ടൈം സ്കെഡ്യൂൾ. സമയക്രമം പാലിക്കുക. വിയർ ദ സ്കൂൾ യൂണിഫോം. സ്കൂൾ യൂണിഫോം ധരിക്കുക. മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ഇൻ സ്കൂൾ. സ്കൂളിൽ അച്ചടക്കം പാലിക്കുക. അറ്റൻഡ് അസംബ്ലി ഓൺ ടൈം. അസംബ്ലിയിൽ കൃത്യസമയത്ത് പങ്കെടുക്കുക. കീപ് പബ്ലിക് പ്രോപ്പർട്ടി സേഫ് ആൻഡ് യൂസ് ഇറ്റ്. പൊതുമുതൽ കേടുകൂടാതെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. 3ാമത്തെ ചോദ്യം. What will happen if such instructions and conditions are not followed? ഇത്തരം നിർദ്ദേശങ്ങളും വ്യവസ്ഥകളും പാലിക്കാതിരുന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? If such instructions and conditions are not followed, the school's dignity and discipline will be lost. In such situations, the school will not be able to move forward in a good way. ഇതുപോലുള്ള നിർദ്ദേശങ്ങളും വ്യവസ്ഥകളും പാലിക്കാതിരുന്നാൽ സ്കൂളിന്റെ അന്തസ്സും അച്ചടക്കവും നഷ്ടമാകും. അത്തരം സാഹചര്യങ്ങളിൽ സ്കൂളിന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ വരും. അടുത്ത ചോദ്യം. വാട്ട് ഈസ് ലോ? എന്താണ് നിയമം? ലോ ഈസ് ദ അക്സെപ്റ്റഡ് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ ദ എക്സിസ്റ്റൻസ് ആൻഡ് ഫോർ ദ സ്മൂത്ത് ഫംഗ്ഷനിങ് ഓഫ് ദ സൊസൈറ്റി. സമൂഹത്തിന്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ് നിയമം. 5ാമത്തെ ചോദ്യം. വാട്ട് ആർ ദ ലോസ് ദാറ്റ് വി ആർ ഫെമിലിയർ വിത്ത് ഇൻ അവർ ഡെയിലി ലൈഫ്സ്? നിത്യജീവിതത്തിൽ നമുക്ക് പരിചിതമായ നിയമങ്ങൾ ഏതൊക്കെയാണ്? ട്രാഫിക് റൂൾസ്, ചൈൽഡ് റൈറ്റ്സ് ആക്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, ഹ്യൂമൻ റൈറ്റ്സ് ആക്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, നാച്ചർ കൺസർവേഷൻ ആക്ട്, ഡൗറി പ്രൊഹിബിഷൻ ആക്ട്. ഈ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ സ്ത്രീധന നിരോധന നിയമമാണ്. 6ാമത്തെ ചോദ്യം. ഹൗ ആർ ലോസ് ഫോംഡ് ഇൻ മോഡേൺ ടൈംസ്? ആധുനിക കാലത്ത് നിയമങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ്? ത്രൂ പബ്ലിക് ഒപ്പീനിയൻ, പൊതുജനാഭിപ്രായം വഴി, ലെജിസ്ലേറ്റീവ് ബോഡീസ്, നിയമനിർമ്മാണ സഭകൾ വഴി, റെക്കമെൻഡേഷൻസ് ഓഫ് ഹെൽത്ത് എക്സ്പേർട്സ്, ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ, ഒപ്പീനിയൻസ് ഓഫ് ലീഗൽ എക്സ്പേർട്സ്, നിയമവിദഗ്ധരുടെ അഭിപ്രായങ്ങൾ, ജഡ്ജ്മെന്റ് ഓഫ് ദ കോർട്ട്, കോടതി വിധികൾ, കോർട്ട് റെക്കമെൻഡേഷൻസ്, കോടതിയുടെ നിർദ്ദേശങ്ങൾ, സോഷ്യൽ കോൺഫ്ലിക്ട്സ്, സാമൂഹിക വഴക്കങ്ങൾ. Find out what each of the pictures related to road safety indicates and write. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് കണ്ടെത്തി എഴുതുക. നിങ്ങൾ ആദ്യം ചിത്രങ്ങൾ നോക്കുക, എന്നിട്ട് അതിന്റെ നമ്പർ ഇല്ലേ അത് നോക്കുക, എന്നിട്ട് ഓരോ നമ്പറും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് കണ്ടെത്തി എഴുതുക. 1ാമത്തെ നമ്പർ ഏതായിരുന്നു? 1ാമത്തെ ചിത്രം ഏതാണ്? നോ സൈക്ലിംഗ്. 2ാമത്തെ ചിത്രമോ? നോ വാക്കിംഗ്. 3 നോ പാർക്കിംഗ്. 4 ബി കെയർഫുൾ, ദർ ഇസ് എ സ്കൂൾ നിയർ ബൈ. 5 ദർ ഇസ് എ റെയിൽവേ ഗേറ്റ് നിയർ ബൈ. 6 യു ക്യാൻ ക്രോസ് ദ റോഡ്. 7 wear a seat belt correctly. 8 do not horn. 9 wear a helmet and travel. 8ാമത്തെ ചോദ്യം.
ലിസ്റ്റ് മോർ സൈൻസ് റിലേറ്റഡ് ടു റോഡ് സേഫ്റ്റി. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ ചിഹ്നങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക. പ്രിപ്പയർ പ്ലക്കാർഡ്സ് ടു ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് റോഡ് സേഫ്റ്റി റൂൾസ്. പ്ലക്കാർഡ് നിങ്ങൾ തന്നെ തയ്യാറാക്കണം. അതിൽ എഴുതേണ്ട വാചകങ്ങൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഒബേ റോഡ് റൂൾസ്, റെഡ്യൂസ് ആക്സിഡൻറ്റ്സ്. സേഫ് ജേർണി, ബ്യൂട്ടിഫുൾ ജേർണി. ക്രോസ് ദ റോഡ് ത്രൂ സീബ്ര ക്രോസിംഗ്. The news headlines in the section Law and Cyber World on page 154 of the textbook. Are there laws to control scams through new media? പാഠപുസ്തകം പേജ് 154 നിയമവും സൈബർ ലോകവും എന്ന ഭാഗത്തെ വാർത്താ തലക്കെട്ടുകൾ വായിക്കുക. നവമാധ്യമങ്ങളിലൂടെ എത്രയെത്ര തട്ടിപ്പുകളാണ് നടക്കുന്നത്. അവയെ നിയന്ത്രിക്കാൻ നിയമങ്ങളുണ്ടോ? നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളാണ് പറയുന്നത് IT ആക്ട് സെക്ഷൻ 67, സെക്ഷൻ 67A, സെക്ഷൻ 67B. 11ാമത്തെ ചോദ്യം. ഫൈൻഡ് ആൻഡ് ലിസ്റ്റ് ദ ലോസ് ദാറ്റ് യു ആർ ഫെമിലിയർ വിത്ത് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ പബ്ലിക്. നിങ്ങൾക്ക് പരിചിതമായ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക. ഒന്നാമത്തെ നിയമമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. ആ നിയമം നിലവിൽ വന്നത് 2005 എന്താണ് ആ നിയമം? എൻഷ്യൂർസ് ദ റൈറ്റ് ഓഫ് ദ പബ്ലിക് ടു നോ ഇൻഫർമേഷൻ. പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നു. അടുത്ത നിയമമാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. അത് 2000 നിലവിൽ വന്നത്. ടു പ്രൊട്ടക്ട് ദ പബ്ലിക് ഫ്രം ഓൺലൈൻ ഫ്രോഡ്സ്. ഓൺലൈൻ തട്ടിപ്പുകളിൽ നിന്നും പൊതുജനങ്ങൾക്ക് സംരക്ഷണം നൽകാൻ. അടുത്തൊരു നിയമമാണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്, വനസംരക്ഷണ നിയമം. അത് നിലവിൽ വന്നത് 1980 എന്താണ് ഇതിൽ പറയുന്നത്? ടു പ്രൊട്ടക്ട് ഫോറസ്റ്റ്, അതായത് വനങ്ങൾ സംരക്ഷിക്കാൻ. അടുത്ത നിയമമാണ് റൈറ്റ് ടു സർവീസസ് ആക്ട്, അതായത് സേവനാവകാശ നിയമം. ഇത് 2012 നിലവിൽ വന്നിട്ടുള്ളത്. ടു എൻഷ്യൂർ ദാറ്റ് ദ പബ്ലിക് ഗെറ്റ്സ് ഗവൺമെന്റ് സർവീസസ് പ്രോപ്പർലി. സർക്കാർ സേവനങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയാണ് ഈ നിയമം. അടുത്ത ഒന്നാണ് ഫുഡ് സെക്യൂരിറ്റി ആക്ട്. അത് നിലവിൽ വന്നത് 2013 ഭക്ഷ്യസുരക്ഷാ നിയമം. എൻഷ്യൂർസ് ഫുഡ് സെക്യൂരിറ്റി ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഇത് ഉറപ്പുവരുത്തുന്നു. 12ാമത്തെ ചോദ്യം. Look at the headings in the section on children and rights on page number 185 of the textbook. Which laws are referred to in this? പാഠപുസ്തകത്തിലെ പേജ് 185 കുട്ടികളും അവകാശങ്ങളും എന്ന ഭാഗത്തിലെ തലക്കെട്ടുകൾ നോക്കുക. ഏതെല്ലാം നിയമങ്ങളാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്? ഈ തലക്കെട്ടുകൾ നിങ്ങൾ ആദ്യം നോക്കണം. എന്നിട്ട് വേണം നിങ്ങൾ അത് ഏതൊക്കെ നിയമങ്ങളെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അത് ഏതൊക്കെയാണെന്നാണ് ഇവിടെ ഞാൻ പറയുന്നത്. ഒന്നാമത്തത് ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട്, 2 ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, 3 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, 4 ചൈൽഡ് മാരേജ് പ്രൊഹിബിഷൻ ആക്ട്. ഒന്ന് ഞാൻ മലയാളത്തിൽ പറയാം. ഒന്നാമത്തേത് ബാലവേല നിരോധന നിയമം, രണ്ടാമത്തേത് ബാലനീതി നിയമം, മൂന്നാമത്തേത് വിദ്യാഭ്യാസ അവകാശ നിയമം, നാലാമത്തേത് ശൈശവ വിവാഹ നിരോധന നിയമം. 13ാമത്തെ ചോദ്യം. പ്രിപ്പയർ എ സ്പീച്ച് ടു ബി ഡെലിവേർഡ് ഇൻ ദ ബാലസഭ റിഗാർഡിംഗ് ദ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ. കുട്ടികളുടെ അവകാശങ്ങളെ സംബന്ധിച്ച് ബാലസഭയിൽ അവതരിപ്പിക്കുന്നതിനായി ഒരു പ്രസംഗം തയ്യാറാക്കുക. ഒരു പ്രസംഗത്തിന്റെ മോഡലാണ് കേട്ടോ ഞാനിവിടെ തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് നോക്കി നിങ്ങളുടേതായ രീതിയിൽ പ്രസംഗം തയ്യാറാക്കാവുന്നതാണ്. റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ്, പാരന്റ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ചിൽഡ്രൻ ഹാവ് ദ സെയിം ജനറൽ ഹ്യൂമൻ റൈറ്റ് ആസ് അഡൽട്സ്, as well as specific rights that recognize their specific needs. Children are not the property of their parents, nor are they helpless objects of charity. They also have their own rights. Children have the rights to be protected against all kinds of exploitation and harmful situations. This can only be possible by becoming aware of the problems and difficulties faced by children, their legal solutions, the situations and the plans that can be changed for the betterment of children. A safe childhood is the right of every child, keeping in mind the safety of children. The Indian Constitution guarantees certain rights to children. Apart from this, there are many laws to protect child rights. The Child Labour Prohibition Act 1986, the Right to Education Act 2009, the Juvenile Justice Act 2015, the POCSO Act 2012, അത് പോക്സോ എന്നാണ്, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. These are all laws to protect child rights. We need to make children and parents aware of such laws. Only then the violence against children will be reduced. Let us work for it. ഇതിന്റെ മലയാളം ഞാനൊന്ന് പറഞ്ഞുതരാം. കുട്ടികൾക്ക് മുതിർന്നവരുടേത് പോലുള്ള പൊതുവായ മനുഷ്യാവകാശങ്ങളും അവരുടെ പ്രത്യേക ആവശ്യങ്ങൾ തിരിച്ചറിയുന്ന പ്രത്യേക അവകാശങ്ങളുമുണ്ട്.
കുട്ടികൾ അവരുടെ മാതാപിതാക്കളുടെ സ്വത്തല്ല. അവർ നിസ്സഹായരായ ജീവകാരുണ്യ വസ്തുക്കളുമല്ല. അവർക്കും സ്വന്തമായ അവകാശങ്ങളുണ്ട്. എല്ലാവിധ ചൂഷണത്തിനും ദ്രോഹപരമായ സാഹചര്യങ്ങൾക്കുമെതിരെ രക്ഷ നേടാനുള്ള അവകാശം കുട്ടികൾക്കുണ്ട്. കുട്ടികൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അവയുടെ നിയമപരമായ പരിഹാരങ്ങളെക്കുറിച്ചും സാഹചര്യങ്ങളെക്കുറിച്ചും കുഞ്ഞുങ്ങളുടെ നന്മയ്ക്കായി മാറ്റാൻ കഴിയുന്ന പദ്ധതികളെക്കുറിച്ചും ബോധവാന്മാരാക്കുന്നത് വഴി മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. സുരക്ഷിതമായ ബാല്യം ഓരോ കുട്ടിയുടെയും അവകാശമാണ്. കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി ഇന്ത്യൻ ഭരണഘടന കുട്ടികൾക്ക് ചില അവകാശങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട്. കൂടാതെ ബാലാവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനായി നിരവധി നിയമങ്ങളും സംവിധാനങ്ങളും ഇന്ന് നിലവിലുണ്ട്. ബാലവേല നിരോധന നിയമം 1986, വിദ്യാഭ്യാസ അവകാശ നിയമം 2009, ബാലനീതി നിയമം 2015, പോക്സോ ആക്ട് 2012 എന്നിവയൊക്കെ ബാലാവകാശം സംരക്ഷിക്കുന്നതിനായുള്ള നിയമങ്ങളാണ്. ഇത്തരം നിയമങ്ങളെക്കുറിച്ച് കുട്ടികളെയും മാതാപിതാക്കളെയും നാം ബോധവൽക്കരിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ കുട്ടികൾക്കെതിരായുള്ള അതിക്രമങ്ങൾ കുറയുകയുള്ളൂ. അതിനായി നമുക്ക് പ്രയത്നിക്കാം. 14ാമത്തെ ചോദ്യം, വെൻ ഈസ് വേൾഡ് ചൈൽഡ് റൈറ്റ്സ് ഡേ? ലോക ബാലാവകാശ സംരക്ഷണ ദിനം എന്നാണ്? നവംബർ 20. അടുത്ത ചോദ്യം, വെൻ ഈസ് ആന്റി ചൈൽഡ് ലേബർ ഡേ? ലോക ബാലവേല വിരുദ്ധ ദിനം എന്നാണ്? ജൂൺ 12. 16ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പോക്സോ ആക്ട് 2012? എന്താണ് പോക്സോ ആക്ട് 2012? The POCSO Act 2012 is a law that was enacted to protect children from sexual assault regardless of gender. ലിംഗപദവി വ്യത്യാസമില്ലാതെ കുട്ടികൾക്കെതിരായുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനായി നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് 2012. 17ാമത്തെ ചോദ്യം, പ്രിപ്പയർ പോസ്റ്റേഴ്സ് ദാറ്റ് സ്പ്രെഡ് ദ മെസ്സേജ് ഓഫ് ചൈൽഡ് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ. കുട്ടികളുടെ അവകാശ സംരക്ഷണ സന്ദേശം പ്രചരിപ്പിക്കുന്ന പോസ്റ്ററുകൾ തയ്യാറാക്കുക. പോസ്റ്ററുകൾ നിങ്ങൾ തന്നെ തയ്യാറാക്കണം. അതിൽ എഴുതാനുള്ള വാചകങ്ങളാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ചിൽഡ്രൻസ് റൈറ്റ് ആർ അവർ റൈറ്റ്സ്. കുട്ടികളുടെ അവകാശങ്ങൾ നമ്മുടെ അവകാശം. ഐഡന്റിഫൈ ദ ചിൽഡ്രൻസ് റൈറ്റ്, ബിൽഡ് എ ഗുഡ് സൊസൈറ്റി. കുട്ടികളുടെ അവകാശങ്ങൾ തിരിച്ചറിയൂ, നമ്മൾ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കൂ. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ടു എൻഷൂർ എ സേഫ് ചൈൽഡ്ഹുഡ്. സുരക്ഷിത ബാല്യം ഉറപ്പുവരുത്താൻ ബാലനീതി നിയമം. ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഈസ് ദ റൈറ്റ് ഓഫ് ചിൽഡ്രൻ. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം. 8ാമത്തെ ചോദ്യം, ഫൈൻഡ് ഔട്ട് ആൻഡ് ലിസ്റ്റ് ദ സൊല്യൂഷൻസ് ടു ദ ഇൻസ്റ്റൻസസ് ഓഫ് ഡിസ്പ്യൂട്ട്സ് ആൻഡ് കോൺഫ്ലിക്ട്സ് ഇൻ സൊസൈറ്റി. സമൂഹത്തിൽ ഉണ്ടാകുന്ന തർക്കങ്ങളും കലഹങ്ങളും പരിഹരിക്കുന്നതിനായി നാം ആശ്രയിക്കുന്ന സംവിധാനങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തുക. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് വിജിലൻസ് കമ്മിറ്റീസ്, തദ്ദേശ സ്വയംഭരണ ജാഗ്രതാ സമിതികൾ, പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ്സ്, ജനപ്രതിനിധികൾ, പോലീസ് സ്റ്റേഷൻ, പൊളിറ്റിക്കൽ സോഷ്യൽ കൾച്ചറൽ ഓർഗനൈസേഷൻസ്, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനകൾ, കമ്മീഷൻസ്. പിന്നെ ഒരു പോയിന്റും കൂടിയുണ്ട്, കോർട്സ് എന്ന് വെച്ചാൽ കോടതികൾ.